പടിഞ്ഞാറുള്ള വാതിൽ ഭാഗത്ത് തല, രണ്ട് തെക്ക് വടക്കുള്ള കൈ, പിന്നെ അതിന് ശേഷം വരുന്ന കാല്. അതാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കൂടി പോകുന്ന സമയത്ത് ചിലർ പടി തൊട്ട് നമസ്കരിക്കുന്നുണ്ടോ. ഇത് ഇങ്ങനെ വിചാരിക്കുന്നത് എന്താണ്, അവന്റെ മനസ്സിലെന്താ വെച്ചാൽ കാല് തൊട്ട് നമസ്കരിക്കുന്നതാണ്. നമസ്കാരത്തിന് ഒരു അർത്ഥമാണ്. ആർക്കിടെക്ചർ ഇതേപോലെ മനുഷ്യന്റെ രൂപത്തിൽ അതാ ചെയ്തിട്ടുള്ളത്. ഈ കൊടിമരം വന്നിട്ട് നമ്മുടെ സ്പൈനൽ കാർഡ്. പിന്നെ ഒരു ശവമണ്ഡപമുണ്ട് മുമ്പിൽ, അതിനൊന്നുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ സ്ട്രക്ചർ. പിന്നെ അത് മാത്രമല്ല, അമ്പലത്തിൽ നിങ്ങൾ ബിംബം മാത്രമല്ലേ കാണുന്നത്. പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുണ്ട് മനുഷ്യൻ്റെ ഇതിൽ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, ഇത് ഒരു കല്ലാണ്, ഉള്ളിൽ കൊഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടുത്ത് ധാന്യങ്ങളിടും. ഇതൊരു പാട്ടല്ല. ഈ പാട്ടിൻ്റെ അകത്ത് രത്നങ്ങൾ, സ്വർണം, അങ്ങനെയുള്ള സാധനം കുറച്ചിടും. അതിൻ്റെ മേലെ ഒരു ലോട്ടസിൻ്റെ മുകളിൽ ഒരു ആമേൻ്റെ മുകളിൽ ചെമ്പ് കൊണ്ടോ ലോകം കൊണ്ടുണ്ടാക്കി ഒരു കുഴൽ. ഈ കുഴലിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ച് കാണുന്നില്ലേ, ഇത് ന്യൂട്രൽ കല്ലാണ്. ന്യൂട്രൽ കല്ല് വെച്ചാൽ കല്ലിൻ്റെ അകത്ത് രണ്ടുണ്ട്, കൃഷ്ണശില മറ്റേതെന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള ഇതുണ്ട്. ഇത് രണ്ട് തരത്തിലും പെടാതെ ഒരു ന്യൂട്രൽ കല്ലാണ് ഇവരെടുക്കും. അത് അവർക്കറിയാം, ഈ കല്ല് എടുക്കുന്ന ആൾക്കാർക്ക്. അത് വെച്ചിട്ട് ഇതുണ്ടല്ലോ ഗ്രൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെക്കും. ഈ കല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കല്ല് വെക്കുന്നതിന് അർത്ഥമുണ്ട്. അല്ലല്ല, ഈ കല്ല് വെക്കുന്ന വെച്ചാൽ ദേവൻ്റെ പ്രതിഷ്ഠയാണെങ്കിൽ ന്യൂട്രൽ, മറ്റേ കല്ല്. പിന്നെ ദേവീൻ്റെ പ്രതിഷ്ഠയാണെങ്കിൽ ഹാർഡ് കല്ല്, ഈ കൃഷ്ണശില എന്ന് പറഞ്ഞ മാതിരി വളരെ ഹാർഡായിട്ടുള്ള കല്ല്. അത് തട്ടി നോക്കിയാൽ കൽപ്പണിക്കാർക്ക് അറിയാം. അങ്ങനെ എടുക്കുള്ളൂ ക്ഷേത്രത്തിലേക്ക്. നമ്മൾ പുറത്ത് കാണുമ്പോൾ വിഗ്രഹം മാത്രമേ കാണൂ. ഇതിൻ്റെ മുകളിൽ വിഗ്രഹം വെക്കുക. ഇതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. മറ്റേ ലോട്ടസും ആമയൊക്കെ മണ്ണിൻ്റെ അടിയിലാണ്, എല്ലാം മണ്ണിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ്. ഈ ന്യൂട്രൽ കല്ല് വരുന്ന വരെ ഒറ്റ ലെവൽ മണ്ണ്. അതിൻ്റെ മേലെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഇത് വെക്കുക, വിഗ്രഹം. ശിവലിംഗമല്ല, ഏത് വിഗ്രഹവും അതാണ് വെക്കുക. ഇതാണ് അമ്പലത്തിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ഹാർട്ട്, ഹൃദയം. ഇതാണ് ശ്രീകോവിൽ. ഈ വരച്ചിട്ടുള്ള ശ്രീകോവിലിൻ്റെ ചുറ്റിലും കണ്ടോ ഒരു പാസേജ് അതുണ്ട്. ഇത് നമ്മൾ പോവുക. ഇതാണ് ഔട്ടർ പാസേജ്. ഇത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വേണം, അല്ലാണ്ട് പുറത്തല്ല വേണ്ട. മനസ്സിലായപ്പോൾ എനിക്ക്? ഇത് ഉപദേവങ്ങളാണ്. ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് 4 ഭാഗത്ത് കണ്ടോന്ന്. ഇതിപ്പോൾ നമ്മൾ എൻട്രൻസ്. ഇത് കൊടിമരം. ഇത് നമ്മൾ ഇതിനൊരു റൗണ്ട്, ഇതിനെ 3 റൗണ്ടോ 4 റൗണ്ടോ അടിക്കാം. 3 റൗണ്ട്. പിന്നെ ഈ സൈന പ്രദക്ഷിണം ചെയ്യാനുള്ള കല്ലും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേണം. അത് കഴിഞ്ഞാൽ ഇനി ശ്രീകോവിലിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ചെയ്യുന്ന ഇവിടെ ചുറ്റാൻ തൊഴാം. മനസ്സിലായില്ല? ഇത് വടക്കോട്ട് എൻട്രൻസ്.